സർക്കാരിന് മനസ്സില്ല, കോടതിക്ക് സമയമില്ല, മാധ്യമങ്ങൾക്ക് വയ്യേ വയ്യ. സർക്കാരിന് മനസ്സില്ല, ജുഡീഷ്യറിക്ക് നേരമില്ല, വിധേയ മാധ്യമങ്ങൾക്ക് ധൈര്യം കിട്ടുന്നില്ല. ഇന്ത്യയിൽ ജനാധിപത്യ പ്രക്ഷോഭം പാറ്റകൾ ഏറ്റെടുക്കുകയാണ്. ദിവസങ്ങളായി തലസ്ഥാനമടക്കം അസ്വസ്ഥമാണ്. പാർലമെന്റിലോ പുറത്തോ മിണ്ടാട്ടമില്ലാതെ ഇരുന്ന പ്രധാനമന്ത്രി ഒന്ന് മിണ്ടി എന്നത് ലീഡ് വാർത്ത. മാറ്റം തുടങ്ങിയെന്ന് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട. വിദ്യാഭ്യാസ സെക്രട്ടറിയെ മുട്ടുശാന്തി എന്നോണം മാറ്റി എന്നേ ഉള്ളൂ. എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റാത്തത്ര കലുഷമായിരിക്കുന്നു കാര്യങ്ങൾ. അതുകൊണ്ട് പാതിരാക്ക് ഒരു പ്രസ്താവന വീഡിയോയിലിട്ടു മോദി. പാർലമെന്റ് ഫലപ്രദമല്ലാതായിട്ട് കുറച്ചായി. ജുഡീഷ്യറിയെ സമീപിച്ചാലോ? മെട്രോ സ്റ്റേഷൻ തുറക്കാത്തത് നോക്കാൻ നേരമുണ്ടായാലും പൗരന്മാരുടെ ജീവനും അന്തസ്സും ആപത്തിലായത് ശ്രദ്ധിക്കാൻ അവർക്ക് നേരമില്ല. പാറ്റ പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിന് പ്രചോദനം തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അനുചിത വാക്കുകളാണ്. അനേകം വിദ്യാർത്ഥികളുടെ ആത്മഹത്യക്ക് കാരണമായ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർത്ത അഴിമതിയും നയവൈകല്യവും കെടുകാര്യസ്ഥതയും രാജ്യത്തിൻ്റെ ഭാവി നശിപ്പിക്കുന്നു. ജനാധിപത്യപരമായി സമരം ചെയ്തവരെ തല്ലിച്ചതയ്ക്കുന്നു. അക്കാര്യം ഉന്നയിക്കുമ്പോൾ നീതിപീഠം പറയുന്നു കാണാനും കേൾക്കാനും സമയമില്ലെന്ന്. പോലീസിന്റെ അതിക്രമം പകർത്തിയത് കാണാൻ സമയമില്ല. ആയുധമേന്തിയ ഗുണ്ടകൾ അഴിഞ്ഞാടുന്നത്, സമരക്കാരെ കല്ലെറിയുന്നതും പെലറ്റ് തോക്ക് കൊണ്ട് വെടിവെച്ചതും സർക്കാർ ഗുണ്ടകൾക്ക് വഴിമാറിക്കൊടുത്തതിൻ്റെ തെളിവുകൾ ഒന്നും കാണാൻ നേരമില്ലെന്ന്. സമരം ചെയ്യുന്നവരുടെ സമയത്തിനും വിലയുണ്ട്. അവർ പറയുന്നത് കേൾക്കേണ്ടതുണ്ട്. പോലീസും ഗുണ്ടകളും അഴിഞ്ഞാടുന്നത് തടയേണ്ടതുണ്ട്. പക്ഷേ കോടതിക്ക് നേരമില്ല. മാധ്യമങ്ങൾക്കോ? ഗോദി മീഡിയ ഏതായാലും സമരം പൊളിച്ച് സർക്കാരിനെ സഹായിക്കാൻ എപ്പോഴും തയ്യാർ. സമരത്തിന് പിന്നിൽ ഖലിസ്ഥാൻ ഗ്രൂപ്പിനെ കണ്ടുപിടിക്കുന്നു BJP നേതാവ്. ബംഗ്ലാദേശി ഇസ്ലാമിക് പാർട്ടിയെ, പാകിസ്ഥാൻ ആസ്ഥാനമാക്കിയ ദുശക്തികളെ, സോറോസ് ഫൗണ്ടേഷനെ ഒക്കെ കാണുന്നു. ഇതേ മഹാ കണ്ടുപിടുത്തങ്ങൾ തന്നെ റിപ്പബ്ലിക് TVയിലും കാണാം. കാലത്ത് 8 മണി ന്യൂസിൽ സോറോസും കൂട്ടരുമാണ് സമരത്തിന് പിന്നിൽ. ഉച്ചയ്ക്ക് ചൈനയാണ് ഇന്ത്യയിൽ സർക്കാരിനെ അട്ടിമറിക്കാനായി സമരക്കാരെ അയച്ചത്. സന്ധ്യയായപ്പോൾ സമരത്തിന് പിന്നിൽ ബംഗ്ലാദേശാണ്. ഇന്ത്യയെ നശിപ്പിക്കുന്ന ശക്തികൾ യഥാർത്ഥത്തിൽ ഭരണത്തിൽ തന്നെയാണെന്ന് ഈ മാധ്യമങ്ങൾ പറയില്ല. അറിയാത്തതല്ല, പക്ഷെ പറയില്ല. സർക്കാരിൻ്റെ പരാജയം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെ മറച്ചു പിടിക്കാം എന്ന് നോക്കുകയാണ് ഗോദി ചാനലുകൾ. സത്യത്തെ നേരെ തിരിച്ചിടുന്ന കൗശലം. റിപ്പബ്ലിക് TVയുടെ ഹാഷ്ടാഗ് CJPയെ പ്രതിയാക്കുന്നു, വയലൻസ് ബൈ CJP എന്ന്. സോനം വാങ്ചുക്കും മറ്റും ഇന്ത്യയിൽ നേപ്പാൾ മോഡൽ ഭരണമാറ്റത്തിന് ശ്രമിക്കുകയാണത്രേ. ന്യൂസ് 18-ൽ അമിഷ് ദേവ്ഗൺ സമരത്തിൽ ദർശിക്കുന്നത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ്. ദൂരദർശനിൽ സുധീർ ചൗധരി സമരക്കാർ ദേശസുരക്ഷയെ അപായപ്പെടുത്തുകയാണെന്ന് ആരോപിച്ചു. ഇന്ത്യ TVയിൽ പ്രാചി പരാശർ സമരക്കാരുടെ ഏതാനും മുദ്രാവാക്യങ്ങൾ കണ്ടെടുത്ത് രാഷ്ട്രീയ ദുരുദ്ദേശ്യമാണ് അവർക്കെന്ന് കുറ്റപ്പെടുത്തി. ABP ന്യൂസിലെ ചിത്ര ത്രിപാഠിയുടെ നോട്ടത്തിൽ ചില രാഷ്ട്രീയക്കാർ യുവാക്കളുടെ ഊർജത്തെ സ്വാർത്ഥത്തിനായി ഉപയോഗിക്കുകയാണ്. ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ വസ്തുതയെ വളച്ചൊടിക്കാൻ കൂട്ടുനിൽക്കുക മാത്രമല്ല, മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്തു. സമരക്കാർക്ക് നേരെ നിയമവിരുദ്ധമായി പെലറ്റ് തോക്ക് ഉപയോഗിച്ചത് വൻ വാർത്തയായപ്പോൾ അത് കണ്ണടച്ച് നിഷേധിക്കുകയാണ് അധികൃതർ ചെയ്തത്. അത് പരിശോധിച്ച് നേര് തുറന്നു കാട്ടാൻ വിധേയ മാധ്യമങ്ങൾ തയ്യാറായതുമില്ല. ഫാക്ട് ചെക്കർ ഓൾട്ട് ന്യൂസ് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് പെലറ്റ് ഗൺ ഉപയോഗിച്ചു എന്ന് തന്നെ. ഇരകളുണ്ട്, തെളിവുകളുണ്ട്. പോലീസ് അല്ലെങ്കിൽ പിന്നെ ആരാണ് അത് ഉപയോഗിച്ചത് എന്നതടക്കം ചോദ്യങ്ങൾ ബാക്കി. സത്യം നമുക്ക് മുമ്പിലുണ്ട്. അത് കണ്ടില്ലെന്ന് നടിച്ചു മാധ്യമങ്ങൾ, മറച്ചുവെച്ചു, വളച്ചൊടിച്ചു. സർക്കാരിന് മനസ്സില്ല, കോടതിക്ക് നേരമില്ല, ഗോദി മാധ്യമങ്ങൾക്ക് നട്ടെല്ലുമില്ല. ഇല്ലായ്മകളുടെ നടുവിലാണ് ഇന്ത്യ.